ഒന്നാം വർഷ പരീക്ഷ റിസൾട്ടിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ ഉള്ളത്. ഒന്നാം വർഷ പരീക്ഷയിൽ വിജയമോ പരാജയമോ ഉണ്ടോ? ഹയർ സെക്കൻഡറി കോഴ്സിൽ ഗ്രേഡിംഗിനായി 2 വർഷത്തെയും സ്കോറുകൾ പരിഗണിക്കും. വിജയിക്കാൻ ഒരു വിദ്യാർത്ഥി 2 വർഷങ്ങളിലും ഒരു വിഷയത്തിൽ കുറഞ്ഞത് 30% D+ സ്കോർ ചെയ്തിരിക്കണം. മാർച്ചിലെ +1 പരീക്ഷാ ഫലങ്ങളുടെ പുനർമൂല്യനിർണ്ണയം സാധ്യമാണോ? തീർച്ചയായും. ലഭിച്ച സ്കോറുകളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങളും പുനർമൂല്യനിർണ്ണയത്തിന് സമർപ്പിക്കാവുന്നതാണ്. ഓരോ പേപ്പറിനും 500 രൂപ ചിലവാകും. ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ എത്ര വിഷയങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും? ഫലം പ്രസിദ്ധീകരിച്ചതിനു ശേഷം സ്കോർ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് 3 വിഷയങ്ങളിൽ അപേക്ഷിക്കാം. ഫലത്തിനു ശേഷം ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറപ്പെടുവിക്കും. പുനർമൂല്യനിർണ്ണയത്തിനു ശേഷം സ്കോർ വർദ്ധിച്ചാൽ ഫീസ് തിരികെ ലഭിക്കുമോ? പുനർമൂല്യനിർണ്ണയത്തിനു ശേഷം സ്കോർ 10% കൂടുതൽ വർദ്ധിച്ചാൽ മുഴുവൻ തുകയും 500 രൂപ തിരികെ നൽകും. മെച്ചപ്പെടുത്തൽ പുനർമൂല്യനിർണ്ണയത്തിൽ സ്കോർ കുറവാണെങ്കിൽ ഏത് സ്കോറാണ് പരിഗണിക്കുക? മികച്ച സ്കോർ ലഭിക്കുന്നതായിരിക്കും പരിഗണിക്കുക. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ എന്തെങ്കിലും അറിയാൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനിയും ഇതുപോലത്തെ അറിവുകൾ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പാക്കുക.